പിന്നെ ഉണ്ടല്ലോ ആ ഞണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടപ്പെടുന്നവർ സേവ് ചെയ്ത് വെച്ചോട്ടോ, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങിട്ട കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമില്ല ഞണ്ടാണ് കിട്ടിയത്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. നിങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു വേസ്റ്റെല്ലാം കളഞ്ഞ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ അതിൻ്റെ മുട്ടയാണെന്നാണ് പറയുന്നത്, ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കുറേ കാലും കൈകളും ഒക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്തെ അതിലാണ് ഏറ്റവും കൂടുതൽ മീറ്റ്. പിന്നെ അതിൻ്റെ വലിയ ഇറുക്കുന്ന ഭാഗമില്ലേ അതും. അപ്പോൾ ഈ ഞണ്ട് വാങ്ങി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ആ ഫ്രഷോട് കൂടി തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ ശരിക്കും അത് ഞണ്ട് വാങ്ങാം. ഫ്രിഡ്ജിൽ വെച്ച ഈ ഒരു ഫ്രഷ് മീറ്റെല്ലാം ഇല്ലേ, അതിൻ്റെ ആ ഒരു നല്ലൊരു പിന്നെ എണ്ണമയം പോലത്തെ ഒരു മീറ്റ്, അതിൻ്റെ ആ ഒരു ഡ്രൈ ആയിപ്പോവും. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ഫ്രഷ് വാങ്ങിയ ഉടനെ തന്നെ വെക്കാൻ നോക്കട്ടെ. ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ്, അതായത് എനിക്ക് അനുഭവം ഇല്ലാണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം കാണുന്ന അതിൻ്റെ ഒരു മുള്ളും ഈ സംഭവമൊക്കെ കത്രികനെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ആ മെത്തേഡ് ചെയ്യാം കേട്ടോ. ചിലർക്ക് കത്തിയായിരിക്കും, ചിലവർക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ടെല്ലാം ചെയ്യാൻ പറ്റും, കത്രിക അങ്ങനെ ഇതാ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നല്ല മീറ്റുള്ള ഭാഗമെല്ലാം ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഇറച്ചി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകണ്ട, ഇത് ഇങ്ങനെ ഒരു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫ്രീസറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. അപ്പോൾ എന്തോ ബഗ്ഗിടാവും. ഇനിന്നല്ല ഇത് കുറച്ച് കഴുകിയിട്ട് കുറച്ച് സമയം ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിനെ. എന്നിട്ട് പിന്നെ മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. മൺചട്ടി നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ മൂപ്പിക്കുന്നത്. പിന്നെ മൺചട്ടി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുമ്പോണ്ടല്ല, കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം തീ കത്തിക്കട്ടോ. ഇനി അരപ്പിനായിട്ട് തേങ്ങ, പിന്നെ ചെറിയുള്ളി, വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് എടുത്തത്. തേങ്ങ കുറച്ച്, ഒരു കപ്പ് ഫുള്ളായിട്ടില്ല, അങ്ങനെ ആ ഒരു രീതിയിലെടുത്തിട്ടാ. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കിത് ഒരു ഭാഗത്തുനിന്ന് തേങ്ങ അരക്കാൻ വെച്ചു. എന്നിട്ട് ഉള്ളി ഒന്ന് വഴണ്ടി വന്ന ശേഷം തക്കാളി ഇട്ട് കൊടുത്ത്, ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ പിന്നെ ഞാനൊരു 3 വലിയ അത്യാവശ്യം വലിപ്പമില്ല ഞണ്ട എടുത്തിന്, ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് 3 പച്ചമുളക് വരെ എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവില്ല പച്ചമുളകാണ്, ഞാൻ 2 ഇട്ടതാണ് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട്, ഞാനിപ്പം ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കൽ. അങ്ങനെയാണ് കേട്ടോ. ഇത് കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ ഇതെല്ലാം നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതേപോലെ 1 ടേബിൾ സ്പൂൺ പിന്നെ കുറച്ചും കൂടി മല്ലിപ്പൊടി, അങ്ങനെയാണ് ഞാൻ ചേർത്തത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, അതായത് നമ്മൾ തേങ്ങ അരപ്പ് ഒഴിക്കുന്നതല്ല, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. മുളക് വളരെ കുറച്ചിടുക, അതായത് ഞാൻ മെഷർമെൻറ്റ് പറയാം, 1 സ്പൂണ് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 2 സ്പൂണ് മല്ലി എന്ന രീതിയിലാണ് ഞാൻ പൊതുവേ ചേർക്കൽ. അപ്പോൾ ഇതിൽ ഈ ഞണ്ടിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മുളക് ചേർത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇട്ട മുളകും തക്കാളി ഇതൊക്കെ നന്നായിട്ട് 1 മിനിറ്റൊക്കെ തിളച്ച് വന്നതിന് ശേഷം, അതിൻ്റെ പച്ചമുളകൊക്കെ മാറൂല മുളകിൻ്റെ, അതിന് ശേഷം പിന്നെ നമ്മൾ ഞണ്ട് വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ശരിക്കില്ലേ പറയുന്നതിനേക്കാൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത്, പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കാണുമ്പോഴാണ് ശരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനും അധികം യൂട്യൂബിലെ വീഡിയോസിൽ കാണലുണ്ട്. അപ്പോൾ പറയുന്നതിനേക്കാളും ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഞാനെല്ലാം പൊതുവെ പഠിക്കൽ. അപ്പോൾ അങ്ങനെ അതും ഇട്ട് ഇനി കുറച്ച് മാങ്ങ സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല പുളിയെല്ലാം മാങ്ങ കേട്ടോ, പച്ചമാങ്ങൻ്റെ സീസണല്ല ഇപ്പോൾ, അപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് ഒരു 3/4 ഭാഗം വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതാ ഞാൻ അരപ്പെല്ലാം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഞണ്ടൊരു 3/4 ഭാഗം, ഞണ്ട് വളരെ വേവ് കുറഞ്ഞൊരു സാധനം. ചെമ്മീൻ ഞണ്ടെല്ലാം പൊതുവേ കല്ലുമ്മക്കായൊക്കെ പൊതുവേ വേവ് കുറഞ്ഞതാണ്. എനിക്കൊന്നൊരു 2 മിനിറ്റ് കൂടിയതൊരു 3 മിനിറ്റല്ലേ ശരിക്കും തിളക്കണ്ടോ. ഓവർ കുക്കായി കഴിഞ്ഞാൽ മീറ്റിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അതാ എന്നിട്ട് പിന്നെ ഒരു 3 മിനിറ്റ് നല്ലോണം തിളച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് വെക്കാം മീറ്റ്. അതിന് ശേഷം നമുക്ക് തേങ്ങ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അത് ഞാൻ 1 കപ്പ്, ഞാൻ പറഞ്ഞ 1 കപ്പ് ഫുള്ളായിട്ടുണ്ടായില്ല, തേങ്ങ കുറച്ച് കുറവായിട്ടുണ്ടായിന്. അത് കംപ്ലീറ്റ് തന്നെ ഞാൻ ഒന്ന് കുറച്ച് ആദ്യം ഒഴിച്ച് നോക്കി, എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് തന്നെ ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ.
പിന്നെ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ സമയം തിളപ്പിക്കരുത്. ഒരു തിള തിളച്ചതിന് മൺചട്ടി അല്ലേ, ഒരു തിള തിളച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തിള, അതായത് 1 മിനിറ്റ് ഒരു തിള തിളച്ച് കഴിഞ്ഞാൽ തന്നെ തീ ഓഫാക്കിയിട്ട് അവിടെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ആ മൺചട്ടീൻ്റെ ചൂടിൽ തന്നെ അത്യാവശ്യം തേങ്ങയ്ക്ക് ഒരു മയത്തിൽ വെന്ത് കിട്ടും. കാരണം ഓവർ കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ നെയ്യ്, അതായത് നമ്മൾ തേങ്ങയിൽ നിന്നാണല്ലോ എണ്ണ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ നെയ്യ് വേറെ ആയിപ്പോവും. അപ്പോൾ ഒരുപാട് അങ്ങ് തിളച്ചായ തേങ്ങേൻ്റെ മണം കളയണ്ട കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഞാൻ തേങ്ങ ഒഴിച്ചിട്ട് 1 മിനിറ്റ് തിളപ്പിച്ച് എന്നിട്ട് അടച്ച് വെച്ച് അങ്ങനെ ഞാൻ ചെയ്തിട്ടാ. ലാസ്റ്റ് ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടേ ഇല്ല, ഇത് കണ്ട ആ മൺചട്ടീൻ്റെ ചൂടിൽ തന്നെ നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് കറിവേപ്പില ഇട്ടിട്ടുണ്ടായി, എന്നാലും മല്ലിയില ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ മല്ലിയില ഇട്ടത്, എന്നിട്ട് അടച്ച് വെച്ച് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് തുറക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു കട്ടി പോലെ ഉണ്ടാവല്, ഒരു കുറുക്കിയിട്ട്. പക്ഷേ നമ്മൾ ഇളക്കുന്ന സമയത്ത് നല്ലെല്ലാം ഒരുപോലെ നല്ല ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞണ്ടിൻ്റെ ഞാൻ വേറെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ നിങ്ങൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ, പത്തലിൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഉച്ചക്കത്തെ നല്ല മട്ടരി ചോറില്ലേ, ആർക്കൊക്കെ വായിന്ന് വെള്ളം വന്ന് മട്ടരി ചോറിൻ്റെ കൂടെ ഒരു ഭയങ്കര ടേസ്റ്റിലൊരു സംഭവമാണ് ഈ ഒരു ഞണ്ട് കറി. അപ്പം ഞാൻ നോമ്പെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ വെച്ച് പൊറോട്ട കഴിക്കാൻ ആശയായി, അപ്പം ഞണ്ടും കിട്ടി. ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഞണ്ട് പൊറോട്ടേൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.